എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. PM കിസാൻ സമ്മാൻ നിധിയുടെ അറിയിപ്പാണ് ഇനി. രാജ്യത്തെ കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 5 വർഷം കൂടി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. 2026-27 സാമ്പത്തിക വർഷം മുതൽ 2030-31 വർഷം വരെ പദ്ധതി തുടരാനായി 3.15 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. 2019 ആരംഭിച്ച PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി കർഷകരുടെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6000 രൂപയാണ് നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത്. 3 തവണകളായി ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനത്തിലൂടെയാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. കർഷകരുടെ കൃഷിച്ചെലവുകൾ നേരിടാനും വിത്ത്, വളം, മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്ഥിരമായി വരുമാന സഹായം നൽകുന്നതിലൂടെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പ് നൽകുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശം. പദ്ധതി ആരംഭിച്ചതിനു ശേഷം രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന സംവിധാനത്തിലാണ് ഇടനിലക്കാരില്ലാതെ സഹായം ലഭ്യമാക്കുന്നത്. പദ്ധതി തുടങ്ങുമ്പോൾ ഇതിനൊരു അവസാനം നേരത്തെ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഇതൊരു 5 വർഷത്തേക്ക് കൂടി നീട്ടി എന്നുള്ളത് 5 വർഷം കൊണ്ട് ഇത് അവസാനിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതേസമയം 6000 എന്നുള്ളത് വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷ ഇതോടെ മങ്ങി. ഓണ പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകും. ഈ മാസം 15 മുതൽ പെൻഷൻ വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി അവധികൾ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവസാന തിരക്കിലേക്ക് ഇത് മാറ്റിവെക്കാതെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഓൺലൈനായും ഓഫ്ലൈനായും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത്. വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുമ്പോൾ 1 ലക്ഷം രൂപക്ക് മുകളിലാണ് വരുമാനം എങ്കിൽ അവരുടെ പെൻഷൻ റദ്ദാക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവരുടെ പെൻഷൻ നിലവിൽ റദ്ദായ അവസ്ഥയാണ് ഉള്ളത്. മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ നൽകേണ്ടതില്ല. ഈ മാസത്തെ, അതായത് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ടാണോ എന്ന് പരിശോധിക്കണം. സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തവർ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്താൽ നാളെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് ആരുടെയെങ്കിലും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് നൽകണം, മസ്റ്ററിങ് ചെയ്യണം. എല്ലാ വർഷവും ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ. നിലവിൽ ലഭിക്കുന്ന 2000-ഉം കൂടാൻ പോകുന്ന 3000-ഒക്കെ ലഭിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ 1600-ന്റെ വിതരണം ഇപ്പോൾ 1 മാസത്തേത് നടന്നിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ 3200 ലഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൃത്യമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല. മറ്റൊന്ന്, ക്യാൻസർ രോഗികൾക്കും പ്രവാസികൾക്കും ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ്. ക്യാൻസർ രോഗികൾക്ക് 1000 ഉണ്ടായിരുന്നത് 2000 രൂപയാക്കിയും വർദ്ധിപ്പിച്ച പെൻഷനാണ് വിതരണം ചെയ്യുക. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.